ഇവന്റെയൊക്കെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹേ നമസ്കാരം. വലയിടുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടബോട്ട, അതായത് നമ്മുടെ ബോട്ടിന്റെ ഓണറിന്റെ അളിയന്റെ ബോട്ട്, പുള്ളിക്കാരന്റെ ബോട്ടിൽ വെള്ളം തീർന്നു പോയിട്ട് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് ഓടി വന്നേണ്ടി കാണുന്നത്. ഈ ബോട്ട് ഇപ്പൊ കടലിലേക്ക് വന്നിട്ട് ഏകദേശം 20 ദിവസത്തിന് മേളിലായിട്ട്. അപ്പൊ കടലിൽ വെച്ച് അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സഹായിച്ചാണ്. ഇപ്പൊ നമ്മുടെ ബോട്ടിലില്ലാത്ത നമ്മുടെ കൂട്ടബോട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തെ ഏതെങ്കിലും ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വയർലെസ്സിൽ വിളിച്ചു ചോദിച്ചാൽ അവർ നമുക്ക് കൊണ്ടുതരും. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും കൊടുക്കോട്ടെ. അപ്പം ഇപ്പം വെള്ളമാണ് അവർക്ക്, കുടിവെള്ളമാണ് വേണ്ടത്. കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ പലരും ചിന്തിക്കും എന്തിനാണ് ഇത്ര ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്, ഒരുമിച്ച് പിടിച്ചുകൂടിയത്, അതായത് ഒപ്പത്തിനൊപ്പം നിർത്തി സാധനങ്ങൾ കൈമാറിക്കൂടെ, അതെല്ലാം എളുപ്പമെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. കാരണം കടലിൽ ഓളമുള്ളതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്ന സമയത്ത് നമ്മുടെ ബോട്ടിൻ്റെ കൺട്രോൾ ചിലപ്പോൾ നമ്മുടെ ബോട്ടിലിടിച്ച് ഡാമേജ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ റഫ് ടൈം അല്ലാത്തതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ല, എന്നാലും അറ്റപ്പറ്റേ നമുക്ക് പിടിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ കാറ്റുള്ള സമയമാണെങ്കിൽ പോലും നമുക്ക് തൊട്ടടുത്ത് പോലും പിടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയും കാറ്റും കോളൊക്കെ വരുമ്പോൾ ബോട്ട് നമുക്ക് പിടിച്ചോടുത്ത് നിർത്താൻ പറ്റില്ല. ഇപ്പൊ കരക്ക് പോകേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ബോട്ടിലേക്ക് ചാടി കയറുന്ന പോലും ഇതുപോലെ ഉണ്ട്. അതായത് തൊട്ടടുത്ത് കൊണ്ടുപോയി ബോട്ട് നിർത്തുള്ളൂ, നമ്മൾ കടലിൽ ചാടിയിട്ട് വേണം ആ ബോട്ടിലേക്ക് ചാടി കയറാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഈ ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് നമുക്ക് ചാടി കയറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ടാങ്കിൽ നിന്ന് വെള്ളം പൊക്കി, അതായത് ഒരു 50 ലിറ്ററിന്റെ ക്യാനിൽ വെള്ളം പൊക്കി, കുടിവെള്ളം പൊക്കി നമ്മൾ നേരെ അപ്പുറത്തെ ബോട്ടിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നല്ലൊരു കിടിയൻ സ്രാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ട്, അതായത് ഏകദേശം ഒരു 200 കിലോ അടുക്കേ വരും. ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം പുറകെ വന്നിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ അതെ നമ്മുടെ ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് 50 ലിറ്ററിൻ്റെ ക്യാൻ കൊടുക്കണമെങ്കിൽ ഇത് ഉപ്പുവെള്ളം കയറിയത് അതിൻ്റെ പേരിൽ വെള്ളത്തിൽ പയ്യെ ഇങ്ങനെ മുട്ടിയില്ല എന്നുള്ള രീതിയിൽ, വെയിറ്റ് അധികം നമുക്ക് വരാത്ത രീതിയിൽ മുട്ടിയില്ല എന്നുള്ള രീതിയിൽ കൊടുക്കുള്ളൂ. പലർക്ക് സാധനങ്ങളും തോണ്ടി കൊടുത്തോണ്ടിരിക്കണത്. ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വലയിടുന്ന സ്ഥലത്തേക്ക് ഓടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇനി 1 മണിക്കൂർ തോട്ടം കൂടി ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ വല തട്ടോട്ടെ. സമയം ഏകദേശം ഒരു 5 മണി 5:15 നമ്മൾ വല നേരെ കടലിലേക്ക് തട്ടാനായിട്ട് തുടങ്ങിയിട്ട. കരയിൽ നിന്ന് കടലിലേക്ക് വന്നിട്ട് ഇന്നത്തേക്ക് 6ാമത്തെ ദിവസം തൊട്ടാ. ഡേ 2 എന്ന് പറയുന്നത് വല ഇളക്കാൻ തുടങ്ങിയിട്ടാ. 4 ദിവസത്തെ ഓട്ടം ഉണ്ടായിട്ടാ. അപ്പോൾ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ എന്താ പറയുക, വേറൊരു കളറിൻ്റെ ഗ്രേഡിങ്ങിൻ്റെ ഒരാവശ്യവുമില്ല. നല്ല പക്ക നാച്ചുറൽ കളറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എഡിറ്റിങ് ആ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ ഭംഗിന്നറിയോ കാണാനായിട്ട്. സമയം വൈകുന്തോറും ഇരുട്ടായിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആ ആകാശത്ത് തന്നെ ഒരു കളർ ചേഞ്ചസ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഞാനങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയില്ല. 5 മണിക്ക് തുടങ്ങിയ വലയിടൽ ഏകദേശം ഒരു 9 മണി 9:30 ആയപ്പോഴേക്കും മൊത്തം ഇട്ട് തീർന്ന് നമ്മുടെ കയറും പുറത്തേക്ക് ഇട്ടിട്ടാ. നേരെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി എല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ്. വെളുപ്പിന് 1 മണിയാകുമ്പോഴേക്കും നമ്മൾ വല പിടിക്കോട്ടെ. അപ്പം ഇന്നത്തേക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ചൂര തന്നെയാണ്. ചൂര വെച്ചിട്ടുണ്ടാക്കിയാണ് ഗ്രേവിയും അതുപോലെ ചോറും ഉണ്ട്. അപ്പം നേരെ നമുക്ക് വല പിടിക്കണ സമയം നോക്കി കാണാട്ടെ. സമയം ഒരു 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ആദ്യം തന്നെ നമ്മുടെ ആങ്കർ റോപ്പ് എല്ലാം വലിച്ച് ബോട്ടിലേക്ക് കയറ്റിയിട്ട് അതിനുശേഷം ബീഞ്ചിൽ നമ്മുടെ വല എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം എടുത്തു തുടങ്ങിയപ്പോൾ മീനൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഒരു ചൂര വന്നിട്ടാ.
പിന്നെ വന്നത് ഒരു പന്നിക്കോലാനാണ്. അതിനെ പൊക്കി കയറ്റുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ആദ്യം വിചാരിച്ച് കട്ടക്കൊമ്പനാണെന്നാണ്ട, പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കട്ടക്കൊമ്പനല്ല സ്രാവാണെന്ന് മനസ്സിലായത്. പക്ഷെ ജീവനുള്ളതിന്റെ പേരിൽ ഈ വെള്ളത്തിലിറങ്ങി ഇതിനെ കുടുക്കി പിടിക്കാനായിട്ട് എല്ലാവർക്കും ഭയമാണ്. കാരണം സ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്, പ്രത്യേകിച്ച് ഈ സാധനം. ഇതിനെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്നാണ് പറയുന്നത്, എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. നായ്സുറ എന്നാണ് ഒരു തമിഴിൽ പറയുന്നത്. കാരണം അതിന്റെ പല്ല് പട്ടിനെ കൂട്ടിരിക്കണതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുക്കിയിട്ട് ഞങ്ങൾ നേരെ വാലിലേക്ക് ഇട്ട് ആ വാല് ലോക്ക് ചെയ്തിട്ട് വീഞ്ചിലടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ചെറുതായിട്ടാണ് ജീവനുള്ളത്, കാരണം ഒരുപാട് നേരമായിട്ടുണ്ട് വലയിൽ കുടുങ്ങിയിട്ട്. ഊരാക്കുടുക്കിട്ട് വാലിൽ കുടുക്കിയിട്ട് നേരെ നമ്മുടെ കപ്പിയുടെ അടുത്ത് വരെ വലിച്ചുകൊണ്ടുവന്നിട്ടാ. ശരിക്കും ഈ മീൻ കുടുങ്ങണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയിൽ ഓൾറെഡി ചൂരയും അതുപോലെ പന്നിക്കോലാനൊക്കെ കുടുങ്ങി കിടക്കാൻ നേരത്ത് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സ്രാവുകൾ തന്നെ കേട്ടാ. ചില സമയങ്ങളിൽ മാത്രമേ ഇത്രയും വലിയ മീനെ കിട്ടാറുള്ളൂ കേട്ടോ. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പന്നിക്കോലാനൊക്കെ കിടക്കണമെങ്കിൽ അതിനെ കഴിച്ച് ഫുള്ള് തീർത്തിട്ട് അതിന്റെ തലയും ആ ഒരു കൊമ്പും മാത്രം വെച്ചിട്ട് പോകട്ടോ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു മീനാണ് ഈ സ്രാവ്. വലയിൽ കുടുങ്ങിയിട്ട് കുറെ നേരമായിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ രക്ഷപ്പെടാനായിട്ട് നോക്കി ഭയങ്കര ടയേർഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ആൽബർട്ട് ജസ്റ്റ് ഒന്ന് ബോട്ടുമ്പോ തന്നെ ഇറങ്ങി, വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് ബോട്ടുമ്പോ തന്നെ പിടിച്ചിട്ട് വെള്ളത്തിലിറങ്ങാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. കാരണം ഈ സാധനം എപ്പോൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല ഇതിന്റെ വായിലൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ 2 കുടയുള്ളൂ, അപ്പോഴേക്കും 2 പീസാവും. നമ്മ അത്രയും ഉണ്ട് ഇതിന്റെ വായ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ബോട്ടിലേക്ക് കയറ്റി കഴിയുമ്പോൾ മനസ്സിലാവട്ടെ. അങ്ങനെ നമ്മ നേരെ ആ റോപ്പിലേക്ക് കപ്പി കുടുക്കിയിട്ട് വലിച്ച് ബോട്ടിലേക്ക് കയറ്റാൻ പോയിണ്ട. இந்த மணிக்கு നോക്കി ഈ സാധനത്തിന്റെ സൈസ് കണ്ട. ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഭയങ്കര പാവമാണ്. പക്ഷെ ഇതിന്റെ വായ ഇങ്ങനെ പൊളിക്കുമ്പോ ഇതിന്റെ പല്ല് കാണണോട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരെ അന്തം വിട്ടുപോയി. 100-200 കിലോന്റെ അടുത്തുണ്ടട്ടെ ഈ മീൻ. മാത്രമല്ല ജീവനുള്ളതിന്റെ പേരിൽ ഇനി എങ്ങാനും തിരിച്ച് കടലിലേക്ക് ചാടിപ്പോന്ന് വിചാരിച്ച് നേരെ വാലുമ്മ കുടുക്കിയിട്ട് നേരെ നമ്മ അപ്പുറം കെട്ടി വെച്ചിട്ടാ. தண்ணிக்குள்ள பாயாது அவுத்து
മണ്ടുക്ക് വെച്ചിട്ട് ഈ സാധനത്തിനെ മുനീശ്വരണ്ണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിച്ചണിച്ചപ്പോ അതിന്റെ വായിലെ പല്ല് നോക്കി. ഇതല്ലട്ട കാഴ്ച, രാവിലെ കാണിച്ചറിഞ്ഞ. വലിയ മീനുകൾ ചാവാൻ ഒരുപാട് നേരെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നൻപൻ വേറൊരു പന്നിക്കോലാനെ പൊക്കിക്കൊണ്ട് വന്ന സമയത്ത് അതിന്റെ ചെകിള ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞ്. അത് കണ്ടപ്പോഴേക്കും നൻപൻ എന്റെ അമ്മയെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന ഒരു സീനാണ്ടി കാണുന്നത്. രാവിലെ ആയപ്പോഴേക്കും എല്ലാവരും ഫോട്ടോ എടുക്കലും ഓരോ കാര്യങ്ങളായിട്ട് തുടങ്ങിയിട്ടാ. ഇത് നോക്കി, ഇതാണ് ഇതിന്റെ ആക്ച്വൽ സൈസും അതുപോലെ ഇതിന്റെ പല്ലുമാണ് ഈ കാണുന്നത്. കണ്ട, അപൂർവമായിട്ട് ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇത്രയും സൈസുള്ള സ്രാവിനെ കിട്ടാറുള്ളൂ കേട്ടോ. വെള്ളോട്ടം കൂടുതലുള്ളപ്പോൾ, അതായത് ഈ വേസ്റ്റ് വെള്ളമൊക്കെ വരുമ്പോൾ സ്രാവ് കുറേ വരാറുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ സ്രാങ്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇത്രയും വലിയ മീനെ കാണുമ്പോൾ നല്ല ലക്കടിച്ചെന്ന് വിചാരിക്കുമെന്നുണ്ടെങ്കിൽ തെറ്റി. ഈ മീൻ അധികം വിലയില്ല. കൂടുതലും ഈ മീൻ പോണ് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മീൻ കിടന്ന് തിളങ്ങണത് കാണാൻ പറ്റും വലയിലുണ്ടെങ്കിൽ. രാത്രിയാണെങ്കിലും കാണാൻ പറ്റും. വലിയൊരു ഫോക്കസ് ലൈറ്റ് മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ രാവിലത്തെ അത്രയും വിസിബിലിറ്റി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതെ, ചൂര 1-2 ആയിട്ട് ഒരു കട്ടാപ്പിൽ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിന് നേരെ വലിച്ച് നമ്മുടെ വീഞ്ചിലടിച്ച് കയറ്റും. കാരണം ചൂരയൊക്കെ ചെറിയ സൈസാണല്ലോ. അതിനുശേഷം എന്താ ഒരു തെരണ്ടിയവനുണ്ട് കേട്ടോ. അത് നോക്കി, ഈ തെരണ്ടി വലയെ കുടുങ്ങിയിട്ട് അധികം നേരമായിട്ടില്ലെന്ന് തോന്നണ്ട. കാരണം അത്രക്ക് ആക്റ്റീവാണ്. ഇതിനെ ബോട്ടിലേക്ക് കയറ്റാനായിട്ട് വലിച്ച് പാതി വരെ എത്തിയപ്പോഴേക്കും പിടച്ച് ആൽബർട്ടിനെ തള്ളി നേരെ കടലിലേക്ക് ഇട്ട ഈ മീൻ. ഇതിന്റെ വായിൽ നമ്മ ആദ്യം വെച്ച മണ്ടൂക്ക്, അതായത് ആ ഒരു കൊളുത്തിരുമ്പിന്റെ, അത് നേരെ പോയിട്ട കടലിലേക്ക്. കാരണം ആ പിടച്ച സമയത്ത് ആൽബർട്ട് വീണ് കഴിഞ്ഞപ്പോ മണ്ടൂക്കും പോയി തെരണ്ടിയും വെള്ളത്തിലേക്ക് വീണ്. അങ്ങനെ ഒരു കണക്കിന് ഈ സാധനത്തിനെ പൊക്കിക്കായിരുന്നു ഒരു കാഴ്ച ഉണ്ടെങ്കിൽ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ മീനെ നമ്മ ജീവനോട് ഇങ്ങനെ കൊളുത്തി പിടിക്കണാകുമ്പോ തന്നെ വിഷമം വരും. അതിന്റെ ആ ഒരു പിടക്കലും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം സാധനത്തിനെ പൊക്കി നമ്മ ബോട്ടിലേക്ക് കയറ്റി. പക്ഷെ നിറച്ചും ചോരക്കളിയായിരുന്നു. അതിന്റെ പേരിൽ നമ്മ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടണല്ലേട്ടാ. അതിനുശേഷം വേറൊരു തെരണ്ടി വന്നിട്ടാ. അത് ചത്ത് കിടക്കിയിരുന്നു. അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. വലയെ കുടുങ്ങി കുറെ നേരമായിട്ട് കിടക്കണ തെരണ്ടിയായിരുന്നു കേട്ടാ. വലിയ കൊമ്പനി ഈ സൈഡിൽ കിടക്കണതിന്റെ പേരിൽ അവിടെ നിന്ന് ഒഴുകി തന്നെ വെള്ളം പോണ്ടായിരുന്നില്ല, സ്റ്റക്കായി കിടക്കുകയായിരുന്നു. അപ്പൊ ആൽബർട്ട് അതിനെ പൊക്കി ഇങ്ങനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട. പക്ഷെ ഇതിനെ മാറ്റാനായിട്ടൊന്നും പറ്റില്ല. ഇത് നോക്കി, ഇതിന്റെ സൈസ് കണ്ട്, ഇതിന്റെ പല്ല് നോക്കി. ഞങ്ങൾ പല്ലൊക്കെ ഒടിച്ചെടുക്കാൻ നോക്കി. 2 പല്ല് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടാ. നോക്കി, കണ്ട, ഭയങ്കര ഷാർപ്പാണ്ട് ഇതിന്റെ പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന്റെ കൊടലുണ്ടാക്കാണ്, നാക്കല്ല. അപ്പൊ കൈയും തലയൊക്കെ ഉള്ളിൽ വെക്കാനായിട്ട് നോക്കണ്ട നമ്മുടെ റുബിസ്റ്റൻ. അപ്പൊ വേണ്ടെന്ന് എല്ലാവരും പറയണ്. കാരണം ആ കയ്യെങ്ങാലും വിട്ട് തെന്നിപ്പോയി കഴിഞ്ഞാൽ അവന്റെ തല അവിടെ ഇരിക്കും. കാരണം അറ്റുപോകും. അത്രക്ക് ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഈ സ്രാവിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്. കിട്ടിയ പന്നിക്കോലാന്റെയും അതുപോലെ തന്നെ തെരണ്ടിയുടെയൊക്കെ കുടലെടുത്ത് നമ്മതേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോവാണ്. സ്രാവിന് ഇറക്കണ ഒരു സീൻ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുതട്ടോ. എന്തായാലും കാണണം. ഇത് വലിയ മീനായതിന്റെ പേരിൽ ഇതിന്റെ തല ഉടഞ്ഞു പോയിട്ടോ. തല ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം വില കിട്ടില്ല കേട്ടോ. சதையில மண்டு
ஆபரேஷன் இருக்கயா சூர കൊമ്പന്മാരിൽ കൊമ്പൻ എന്തെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണ്. ഇത് നമുക്കിന്ന് വെളുപ്പിന് കിട്ടിയാണ്. ഇവൻ കാണുമ്പോ പാവത്തിനെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാവോലട്ടത് നോക്കിയേ. ഇവന്റെയൊക്കെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ കോലാൻ പന്നിക്കോലാന്റെ വീഞ്ചിലിത് ഇതുപോലെ അടിച്ചെടുക്കും. ഇതിന്റെയൊക്കെ വലിയ സൈസ് വരും. അതായത് 100 കിലോ 150 കിലോ 200 കിലോ ഒക്കെ വരുമ്പോഴാണ് നമ്മ വല പുറത്തേക്ക് ഇട്ടിട്ട് കപ്പിയിലടിച്ച് കിട്ടണേട്ടാ. ബബിൾ ഫിഷ് பஃபர் 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 PUFFER பஃபர். இதுதான் பஃபர் ஃபிஷிங் ஃபிஷ். இப்போ தெளிவா சொல்லுங்க. இதான் பஃபர் ஃபிஷ். இப்போ இதை நம்ம கடல்ல விட போறோம். எப்படி விடுறோம்னு பார்க்கலாமா? துண்டாயிரும் மணி வீடியோ இல்லை ஒரு வீடியோ பொங்கு பாய். മല കയറുന്ന പോലെ തോളത്ത് മീനേയും പിടിച്ചിട്ടുണ്ട് ഓരോരുത്തർ. ഇതേ വലയെടുത്ത് കഴിഞ്ഞപ്പോ സ്റ്റോറിന്റെ അടുത്ത് കൊണ്ടുവെക്കണ ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. അടുത്തത് നമ്മ ഇനി സ്രാവിനെ എണ്ട മക്കളെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ട് പോണത്. അതിനു മുന്നേ ചോറ് തിന്നാന്നും പറഞ്ഞ് കുറച്ച് തണുത്ത കന്നിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ചൂര വറുത്തതും പിന്നെ കുറച്ച് അച്ചാറെല്ലാം കൂട്ടിയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയ കൊമ്പനെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോവേണ്ട. അപ്പൊ ഇതിനെ ഇറക്കാൻ നേരത്തെ എവിടെ മണ്ടൂക്ക് വെച്ച് അല്ലെങ്കിൽ എങ്ങനെ കപ്പി കൊടുത്തിട്ട് ഇറക്കുക എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. കാരണം ഇത് ഉടഞ്ഞു പോയതല്ല. മെയിനായിട്ട് ഈ സ്രാവിന്റെ ഫിൻസ് ആണ്ട നമുക്ക് മെഡിക്കൽ പർപ്പസിന് പോകണം. അതായത് ഇതിന്റെ ചിറകുകൾ ആ ഫിൻസ് വെച്ചിട്ട് എന്തോ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട, എന്തോ സ്റ്റിച്ചിങ്ങിന്റെ ആണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടെ. கீழே உள்ள ஆள் நவுண்டுக்கங்க. நம்ம மடை பிடிச்சிருமா அப்படி இயேசுவே இறங்கும். இருக்கு புடிச்சுக்க புடிச்சுக்க ரைட்டா புடிச்சு விட்டுருங்க.
சொல்லுது ஒண்ணும் சொல்லல நான் உள்ளே வந்து ரேட்டு கம்மி தான் இல்ல பழக வைக்கிற மாதிரி பழக வைக்கணும் ஓடிடுவேன் ஏய் சூரா கிழிஞ்சிரும் சொல்லுவான் ஏய் சூரா கொட்டில ஏறிடும்ல ஏய் சூரா பழக வைங்க இது கலத்தி வச்சு மணி அரைந்து கலத்தி வச்சு വിചാരിച്ചത്രയും പാടൊന്നും ഉണ്ടായില്ല. കാരണം റോളിംഗ് ഒന്നും ഉണ്ടായില്ല. റോളിംഗ് ഉള്ളപ്പോഴാണ് ആടി ആടി കളിക്കുള്ളൂ. അങ്ങനെ നേരെ സ്രാവിനെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി. ഇനി നേരെ ഐസ് ചെയ്യണേണ്ട. ഐസ് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഐസ് ചെയ്യില്ല. നേരെ ഇതിന്റെ മേളിൽ ഐസ് കുറച്ച് വാരിയിടുള്ളൂ. അതിനുശേഷം ഏറ്റവും ബാക്കിലെ 2 കള്ളി വേണ്ടി വരും ഇതിനെ നേരെ ഇടാനായിട്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടേ നമുക്ക് ഇങ്ങനെ ഐസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നിലവിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ വേറെ മീനുകളെ ഐസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു രക്ഷയിലട്ട് ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആണ്. മീനൊക്കെ നല്ല ടെമ്പറായിട്ടിരിക്കും. അത്രക്ക് കൂളിംഗ് ആണ്. കാരണം അത്രയും ടണ്ണാണുള്ള ഐസ് ഉള്ളത്. 14 അറയോളം ഫുൾ ഐസാണ് നമുക്കിപ്പോൾ ഉള്ളത് നിലവിൽ. കാരണം മീൻ കിട്ടി തുടങ്ങുന്നതനുസരിച്ച് ഓരോ അറ ഐസ് എടുത്തെടുത്ത് കുറഞ്ഞു വരുള്ളൂ. അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറിയിട്ടാ. അങ്ങനെ കിച്ചണിൻ്റെ അടുത്ത് നിന്നപ്പോൾ നമ്മുടെ രമേശണ്ണൻ വെറൈറ്റി എന്തോ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ലഡ്ഡു ആണെന്നാണ് പറയുന്നത്. ഇവരുടെ ഒപ്പം വന്നിട്ട് ഇവരുടെ ഫോണിലുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യവംശം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. പഴയ ശരത് കുമാറിന്റെ പടമാണ്. നല്ല കിടിലം പടമാണ്. പടത്തിന്റെ പേര് പറഞ്ഞറിഞ്ഞില്ലെങ്കിൽ പാട്ട് കേട്ടാൽ നിങ്ങൾ അറിയും. റോസാപ്പൂ ചിന്ന റോസാപ്പൂ ആ പാട്ടുള്ള പടമുണ്ട്. അങ്ങനത്തെ ആ പടത്തിൽ കണ്ട റവ ലഡു നമുക്ക് രമേശനെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. ആദ്യം റവയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേണ്ട. വറുത്തൊരു പാകമാക്കി കഴിഞ്ഞാൽ റവ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് അതിനകത്തേക്ക് നേരെ കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നേരെ ആ ഒരു വറുത്ത് വെച്ച റവയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ചെറിയ ഉരുണ്ടകളായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കും. അതാണ് നമ്മുടെ റവ ലഡ്ഡു കേട്ടോ. തക്കാളിയും പച്ചമുളകൊക്കെ അരിയണിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് ഇതിലേക്കല്ല. അത് നമുക്ക് ഉച്ചക്ക് വെക്കാനുള്ള മീൻകറി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ വേണ്ട ആ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മണമായിരിക്കും. പലരും ചോദിക്കാറുണ്ട് പണിയെടുക്കാനാണ് ബ്രോ ഈ ബോട്ടിൽ പോയത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇത്രയും ദിവസം കിടക്കണേലേ എന്ന് ചോദിച്ച്. സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. പിന്നെ ചില സമയങ്ങളിൽ സ്റ്റിയറിംഗിൽ ഇരിക്കാറുണ്ട്. പക്ഷെ അവർ പൈസ വന്നാലും ഞാൻ വാങ്ങില്ല. കാരണം നമ്മൾ പണിയെടുക്കാണ്ട് പൈസ വാങ്ങുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ 28 ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് എന്താണ് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ് എൻ്റെ വരുമാനം. അല്ലാതെ 10 പൈസ നമ്മൾ വാങ്ങാറില്ല. ഇത്ര നാളും ഗ്യാപ്പ് വരുമ്പോൾ വീഡിയോ ഇടുമെന്നുള്ള കാര്യം ഉണ്ടാവട്ടെ. പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട ഒരു കാര്യമുള്ള ഒരിക്കലെങ്കിലും. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ അൻപന് നാഗരാജിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റവ ലഡ്ഡു എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് മുളക് പിച്ചിടേണ്ട. എന്താണ് പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കുക. അത് പ്രത്യേകമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവന് ഈ സംഭവം കൊടുക്കുമ്പോൾ അവൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കട്ടെ. എന്തായാലും ഇടയ്ക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. நீ ஒண்ணு எடுங்க. அவங்களுக்கு தான் ஒண்ணுமே சொல்லல. என்ன வேற தெரியும். ஸ்னேக் பாபு என்னடா என்ன பேசு. அடைச்சிட்டு நினைக்கிறேன். அடைச்சிட்டு வாந்தி எடுத்துறான். இப்ப വീഡിയോ എടുക്കാറാ. അവനൊക്കെ എരിയുമില്ല ഒന്നുമില്ല. അവനക്ക് റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഞാൻ നാണം കിട്ടും പറഞ്ഞാൽ മതി കേട്ടോ. അവനൊരു ഭാവ വ്യത്യാസമില്ല. അങ്ങനത്തെ സ്രാങ്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം നമുക്ക് അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ടുണ്ടല്ലോ. ടാറ്റാ.